നമസ്കാരം. പ്രിയ SK മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഗുരു ഭഗവാൻ, അതായത് വ്യാഴ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സകലവിധ സൗഭാഗ്യങ്ങളും കൈവരിക്കുന്ന ചില രാശികളെക്കുറിച്ചാണ് പറയുന്നത്. ഗുരു ഭഗവാൻ അല്ലെങ്കിൽ വ്യാഴം ഒരു വ്യക്തിയുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ, അതായത് 1, 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ഗുരു നിന്നാൽ ആ വ്യക്തിക്ക് ഗജകേസരി യോഗം ഉണ്ടെന്ന് പറയാം. ഗജകേസരി യോഗമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. ഈ ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. അതായത് വീട്, വാഹനം, അതുപോലെ ഉയർന്ന അധികാരം, ഇതുപോലെയുള്ള സർവൈശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. ചന്ദ്രൻ ഇരിക്കുന്ന രാശിയിൽ നിന്നും, അതായത് ചന്ദ്രാൽ 1, 5, 9 എന്നീ ഭാവങ്ങളിൽ ഗുരു ഭഗവാൻ നിൽക്കുകയാണെങ്കിൽ ഗുരുചന്ദ്ര യോഗം ഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ ലഗ്നം 4, 7, 10 എന്നീ ഭാവങ്ങളിൽ സ്വക്ഷേത്രമായോ മൂലക്ഷേത്രമായോ ഉച്ചക്ഷേത്രമായോ വ്യാഴം നിന്നാൽ ആ വ്യക്തിക്ക് ഹംസയോഗം ഉണ്ടെന്ന് പറയാം. അതായത് എല്ലാവിധത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യവും അതുപോലെ പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു യോഗമാണ് ഹംസയോഗം. ഇതുപോലെ തന്നെ നിർഭാഗ്യ യോഗം വരികയാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ, അതായത് വ്യാഴം നിൽക്കുന്ന രാശി ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങളല്ലാതെ വരികയും, കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ 1, 4, 7, 10 എന്നീ ഭാവങ്ങളല്ലാതെ 6, 8, 12 എന്ന ഭാവങ്ങളിൽ വരികയാണെങ്കിൽ അതിനെ നിർഭാഗ്യ യോഗമെന്ന് പറയുന്നു. ഈ ഗ്രഹസ്ഥിതി വരുമ്പോൾ രോഗ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ഭാഗ്യമില്ലായ്മ ഇതൊക്കെയാണ് ഫലം. ഇതുപോലെയുള്ള ഗ്രഹസ്ഥിതി കൊണ്ട് നാം മനസ്സിലാക്കുന്നത് ഗുരുഭഗവാന്റെ കൃപാകടാക്ഷം നമുക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രഹനിലയിൽ ഗുരു നല്ല സ്ഥാനത്ത് നിന്നു കഴിഞ്ഞാൽ സൽഫലവും, അതുപോലെ ചില സ്ഥാനങ്ങളിൽ വന്നാൽ അത് നമുക്ക് ദോഷവുമാണ്. അതുപോലെ തന്നെ വ്യാഴം 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വരുമ്പോൾ സൽഫലങ്ങൾ ലഭിക്കുന്നു. വ്യാഴ മാറ്റം കൊണ്ട് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ അതിനെ വ്യാഴ മാറ്റമെന്ന് പറയുന്നു. അങ്ങനെ വ്യാഴ മാറ്റമുണ്ടാകുന്ന സമയത്ത് ഒരു രാശിയിൽ ജനിച്ച ജാതകന് ആ രാശിയുടെ ചില ഭാവങ്ങളിൽ വ്യാഴൻ സഞ്ചരിക്കുന്നു. അങ്ങനെ വ്യാഴൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ രാശിക്കാർക്ക് പല തരത്തിലുള്ള ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. 2024 ഗ്രഹനില അനുസരിച്ച് ഗുരു അല്ലെങ്കിൽ വ്യാഴം ഇപ്പോൾ മേടം രാശിയിലാണ് ഏപ്രിൽ മാസം വരെ സഞ്ചരിക്കുന്നത്. അതിനു ശേഷം ഇടവം രാശിയിലേക്ക് വ്യാഴം മാറുന്നു. ഈ 2 കാലങ്ങളിലും വ്യാഴമാറ്റത്തിന് മുമ്പും മെയ് മാസത്തിന് ശേഷവും പല ഭാഗ്യാനുഭവങ്ങളും അനുഭവിക്കുന്ന ഗുരുഭഗവാന്റെ കൃപാകടാക്ഷത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളും
ലഭിക്കുന്ന ചില രാശികളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരു മാറ്റത്താൽ ചില രാശികളിൽ ഗുരു സഞ്ചരിക്കുകയും അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുകയും ചെയ്യുന്നു. 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന രാശികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ രാശികൾ മീനം, ധനു, തുലാം, ചിങ്ങം, മിഥുനം എന്നീ രാശികളാണ്. ഈ രാശികൾക്ക് മെയ് മാസം വരെ അനുകൂലമായ സമയമാണ്. വീട്, വാഹനം, പുത്രസൗഭാഗ്യം അതുപോലെ ധനനേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന രാശികളാണ് ഈ രാശികൾ. അതുപോലെ മെയ് മാസത്തിന് ശേഷം മേടം, മകരം, വൃശ്ചികം, കന്നി, കർക്കിടകം ഈ രാശിയാണ് 2, 5, 7, 9, 11 ഈ ഭാവങ്ങളിൽ വരികയും ഗുരുവിൻ്റെ എല്ലാവിധ കൃപാകടാക്ഷവും ലഭിക്കുന്ന രാശികളാണ്. വീട്, പുത്രസൗഭാഗ്യം, സ്വത്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം, വാഹനയോഗം എന്നിവ കൈവരിക്കുന്നു. ഗുരു നിൽക്കുന്ന രാശിയെപ്പോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടി ഏതൊക്കെ രാശിയിൽ അതുപോലെ ഏതൊക്കെ സ്ഥാനത്താണോ പതിക്കുന്നത് അതിനനുസരിച്ചുള്ള ഭാഗ്യാനുഭവങ്ങൾ ആ വ്യക്തിക്ക് വന്നു ചേരുന്നതാണ്. ഗുരുഭഗവാന്റെ ദൃഷ്ടി പ്രധാനമായി 5, 7, 9 എന്നീ ഭാവങ്ങളിൽ പതിക്കുകയും 5, 7, 9 എന്നീ ഭാവങ്ങളിൽ പതിക്കുന്ന രാശിക്കാർക്ക് പ്രധാനമായി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ വർഷത്തിൽ കൈവരുന്നു. ഏഴം നിൽക്കുന്ന സ്ഥാനം പോലെ തന്നെ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഈ വർഷത്തിൽ 5, 7, 9 എന്നീ ഭാവങ്ങളിൽ ദൃഷ്ടി പതിക്കുന്ന രാശികൾ ചിങ്ങം, തുലാം, ധനു എന്നീ രാശികളാണ്. ഗുരു ജന്മരാശിയിൽ നിൽക്കുന്ന രാശി മേടം രാശിയാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് അതായത് 2-ൽ പതിക്കുന്ന രാശികൾ കർക്കിടകം, കന്നി, വൃശ്ചികം എന്നീ രാശികളാണ്. ഈ രാശികൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും കൈവരുന്നു. പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യം വരെ കൈവരുന്ന രാശികളാണ് ഈ രാശികൾ. ഈ പറയുന്ന രാശികൾ ചിങ്ങം, തുലാം, ധനു എന്നീ രാശികളിൽ ദൃഷ്ടി പതിക്കുന്നു. അതുപോലെ തന്നെ മേടം രാശിയിൽ ഗുരു സഞ്ചരിക്കുകയാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് പതിക്കുന്ന രാശികളായ കർക്കിടകം, കന്നി, വൃശ്ചികം എന്നീ രാശികൾക്കും സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ 2024 ഏപ്രിൽ മാസം വരെ ലഭിക്കുന്നു. അതിനുശേഷം കന്നി, വൃശ്ചികം, മകരം എന്നീ രാശികളാണ്. അതുപോലെ ധനസ്ഥാനത്ത് ഈ രാശികളുടെ ധനസ്ഥാനത്ത് ദൃഷ്ടി പതിക്കുന്ന രാശികളായിട്ടുള്ള ചിങ്ങം, തുലാം, ധനു എന്നീ രാശികളാണ്. ഈ രാശികൾക്ക് അതായത് ഇടവം രാശി, കന്നി, വൃശ്ചികം, മകരം അതുപോലെ ധനസ്ഥാനത്ത് ദൃഷ്ടി പതിക്കുന്ന ചിങ്ങം, തുലാം, ധനു എന്നീ രാശികൾക്ക് 2024 സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ഗുരുവിൻ്റെ ദൃഷ്ടിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന രാശികളാണ് ഈ പറയുന്ന രാശികൾ. ഈ രാശികൾക്ക് വീട്, വാഹനം, സ്വത്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യം, ഉയർന്ന അധികാര പദവി തുടങ്ങിയ എല്ലാവിധ സൗഭാഗ്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാനുകൂലം, അതുപോലെ എല്ലാ തരത്തിലും ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം കൈവരുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.